ഒരു കാലത്ത് നെൽവയലിലെ കൊയ്ത്തുകാലം ഒരു ഉത്സവമായിരുന്നു. എല്ലാവരും ചേർന്ന് കൊയ്യുന്നു, കറ്റിയാക്കി കെട്ടി കൊണ്ടുപോകുന്നു, കറ്റമെതിച്ച് നെല്ലാക്കി മാറ്റുന്നു. എന്നാൽ ഇന്ന് അതെല്ലാം പഴമയുടെ ഭാഗമായി മാറി. പാടത്ത് തന്നെ കൊയ്യലും കറ്റമെതിക്കലും നെല്ലാക്കിയെടുക്കലുമെല്ലാം മിനിറ്റുകൾ കൊണ്ട് നടക്കുന്നു. അതിനുള്ള യന്ത്രങ്ങൾ നമ്മുടെ പാടങ്ങളിലുമെത്തി. സൈന്യത്തിൽ നിന്ന് വിരമിച്ച പായത്തെ മനോജ്, രാജീവൻ എന്നിവരുടെ നേതൃത്വത്തിൽ നടത്തിവന്ന നെൽകൃഷി കൊയ്യുവാൻ വേണ്ടിയാണ് വയനാട്ടിൽ നിന്ന് കൊയ്ത്തന്ത്രം എത്തിച്ചത്. വയനാട് മാനന്തവാടിയിലെ നവീനും ദീപേഷുമാണ് യന്ത്രത്തെ നിയന്ത്രിക്കുന്നത്. ആന്ധ്രയിലും തമിഴ്നാട്ടിലും കർണാടകത്തിലും ഉൾപ്പെടെ നെല്ല് കൊയ്യാൻ പോകാറുള്ളതായി നവീൻ പറഞ്ഞു. കൊയ്ത്ത് മാത്രം നടക്കുന്നതെന്ന് വെച്ച് നോക്കുമ്പോൾ പിന്നെ കർഷകരെ സംബന്ധിച്ച് ഒരുപാട് പിന്നെ ക്യാഷിൻ്റെ കാര്യത്തിൽ എക്സ്പെൻസിൻ്റെ കാര്യത്തിൽ വലിയൊരു മാറ്റമുണ്ട്. പിന്നെന്താ കൊണ്ടു നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള സാധനമാണെങ്കിൽ പോലും ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ വെച്ച് നോക്കുമ്പോൾ പിന്നെ എളുപ്പം പരിപാടികൾ നടക്കും. ഇത് ലോറിയിലാണോ? ലോറിയിലാണ് എത്തിക്കുക. നമുക്ക് മറ്റേ ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റുന്ന ഒരു ഇതല്ല, റബ്ബർ ട്രാക്ക് ആയതുകൊണ്ട്. പിന്നെ ഇത് മറ്റേ റോഡ് ഇൻഷുറൻസ് ടാക്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ലോറിയിൽ തന്നെ കൊണ്ടു നടക്കണം. കണ്ടത്തിന് മാത്രമേ ഓടിക്കാൻ പറ്റുള്ളൂ. ഏതൊക്കെ സ്ഥലങ്ങളിൽ സ്റ്റേറ്റിൽ ഇത് പോക്കുണ്ട്? സ്റ്റേറ്റ് കേരളം, കർണാടക, ആന്ധ്ര, തമിഴ്നാട്. നമുക്ക് വർക്കിനനുസരിച്ച് റേറ്റിനനുസരിച്ച് നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് കിട്ടുന്നതിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേഞ്ച് ആവും. എല്ലാ വർഷവും ഒരേ സ്ഥലത്ത് ആയിക്കോണം എന്നില്ല എന്ന് മാത്രം. ഇന്നേരം നേരം മൂത്ത നെല്ലിങ്ങനെ അതിലേക്ക് ഓടിച്ചു വിളവ് കറക്റ്റ് ആയതിനാണെങ്കിൽ ഓരോ ഏരിയക്കനുസരിച്ച് ഓരോ പിന്നെ അത് എളുപ്പം പരിപാടി നടക്കും. ഇതിങ്ങനെ ഓടിച്ചു പോകുമ്പോൾ ഇതിലേക്ക് എങ്ങനെയാണ് അതിൻ്റെ പ്രവർത്തന രീതി? ബ്ലേഡ് കട്ടിങ് ഉണ്ട്. പിന്നെ ഇത് റീൽ എന്ന് പറയും. ഇതിൽ വലിച്ചെടുക്കുക. നിലത്ത് വീണ് കിടക്കുന്നതൊക്കെ ഇതിനകത്ത് വലിച്ചെടുത്തിട്ട് അടിയിൽ ബ്ലേഡാണ് വരുന്നത്, ഷെയ്ക്കുള്ള. ആ ബ്ലേഡ് കട്ട് ചെയ്ത് നേരെ വന്ന് ട്രഷറിൽ വന്ന് മെതിക്കും. പുല്ലൊരു സൈഡിലേക്ക് മേലേക്ക് കൂടിയും പോകും, നെല്ലടി കൂടിയും വരും. നെല്ലടിപ്പയിൽ പാറ്റിയിട്ട് പൊട്ട് കറി നെല്ല് കറിയായിട്ട് ക്ലീനായി ടാങ്കിൽ വന്ന് ഒരു 1.5 കിൻഡൽ ടാങ്ക് ഫില്ലായി കഴിയുമ്പോൾ അവർക്ക് എവിടെയാണ് വരുന്നത് വെച്ചാൽ ആ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് തട്ടിക്കൊടുക്കും. ഓരോ സ്ഥലത്തിൻ്റെയും ഘടന അനുസരിച്ചാണ് പണം ഈടാക്കുന്നത്. പായത്തെ വയലിൽ മണിക്കൂറിന് 3000 രൂപയാണ്. എന്നിരുന്നാലും എല്ലാം കൊണ്ടും ലാഭമാണ് എന്നാണ് മനോജും രാജീവനും പറഞ്ഞത്. തുടങ്ങിയിട്ട് ഇവിടെ ഞാൻ എക്സ്-ആർമി ആയിരുന്നു. ആർമി പെൻഷനായി വന്ന ശേഷം ഇവിടെ കൃഷി സ്വന്തം സ്ഥലം ഉള്ളത്. അതിന് മുമ്പിൽ കാട് പിടിച്ച് കിടക്കായിരുന്നു. വന്നതിന് ശേഷം ഞാൻ കൃഷി തുടങ്ങി. ഇതിന് മുമ്പിലൊക്കെ പെണ്ണുങ്ങളായിരുന്നു വെച്ചത് കൊയ്ത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ എക്സ്പെൻസും കൂടുതൽ, അതുപോലെ ആൾക്കാരെ കിട്ടാത്ത ഒരു സ്ഥിതിവിശേഷമായി. ഇത് ഒന്നാമത് വന്നിട്ട് ഇപ്പോൾ തൊഴിലുറപ്പ് തുടങ്ങിയതുകൊണ്ട് പെണ്ണുങ്ങന്മാരെ കിട്ടാൻ വലിയ ബുദ്ധിമുട്ട്. ഈ വർഷമാണ് ആദ്യമായിട്ട് ഇവിടെ പായത്ത് മെഷീൻ ഇറങ്ങിയത്. അത് ഭയങ്കര സന്തോഷമാണ്. എല്ലാ കൃഷിക്കാർക്കും ഭയങ്കര സന്തോഷമാണ് ഇപ്രാവശ്യം. അതുപോലെ എക്സ്പെൻസും കുറവാണ്. ഇവരത് ഏക്കറക്ക് മണിക്കൂറിന് ഇത്ര പൈസ ആകുന്നുണ്ട്. അതുപോലെ നമ്മൾ ഞാറ് നടുമ്പോഴും മറ്റേ ട്രാക്ടർ വന്നു. ആ സമയത്ത് നമുക്ക് എക്സ്പെൻസ് കുറച്ച് കുറവായിരുന്നു. അങ്ങനത്തെ ഇത് വിഷമം ഭയങ്കര സന്തോഷമായി ഇവിടെ പായത്തെ കർഷകർക്ക് എല്ലാവർക്കും. നെൽവയലുകളിൽ നെൽകൃഷി ചെയ്യാൻ തൊഴിലാളികളെ കിട്ടാതിരിക്കുന്ന ഈ കാലത്ത് നിലമൊരുക്കാനും ഞാറു നടാനും കൊയ്യാനും ഉൾപ്പെടെ യന്ത്രം എത്തിയതോടെ തരിശായി കിടക്കുന്ന നെൽവയലുകളും കൃഷിയോഗ്യമാക്കുവാനും സാധിക്കും. കഴിഞ്ഞ വർഷങ്ങളിൽ ചിയാകുണ്ടം വയലിൽ കൊയ്ത്തയന്ത്രം കൊണ്ടായിരുന്നു കൊയ്ത്ത് നടത്തിയിരുന്നതും. ഹൈവിഷൻ ന്യൂസ്, ഇരട്ടി.